ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ളൊരു മീൻ കറിയാണ്. അതിനായി ഞാനിവിടെ ഒരു 400 ഗ്രാം മീൻ ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരേ അളവ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ എല്ലാം ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സോറി, പച്ചയല്ല കേട്ടോ, പഴുത്ത മുളകാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊടംപുളിയാണ്. ഇത്ര ഉള്ളൊരു കഷ്ണമാണ് എടുത്തേക്കണത്. ഈ പുളി കിട്ടാനില്ലാത്തവരാണെങ്കിൽ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയില്ലേ, ആ പുളി എടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, കടുക് വേണം, പിന്നെ ഉലുവ വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ എണ്ണ വേണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കണത്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം അടുപ്പത്ത് ചൂടാവാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മുടെ മൺചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു പാത്രം വെച്ച് മൂടി വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ മേത്തേക്ക് തെറിക്കും. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ഓരോ പൊടികളായിട്ട് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് വച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ എപ്പോഴും സിമ്മിൽ വയ്ക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിത് മൺചട്ടിയിൽ വച്ചേക്കണ കാരണം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കണത്. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ തക്കാളി വേവുന്നത് വരെ നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത സമയത്ത് തീ സിമ്മിലാണ് വച്ചിരുന്നത്. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഞാനത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണുള്ളത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടിയെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് 1 സ്പൂൺ വെച്ച് നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചെടുത്തു. അതിലേക്ക് ഒരു 3/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പ് പാലാണിത്. അപ്പോൾ ഈ തക്കാളി നമ്മൾ വേവിക്കാൻ വേണ്ടി അടച്ചു വച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കാം. നമ്മുടെ തക്കാളി ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ നമുക്കിത് മൂടി തന്നെ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മളിവിടെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഞാനിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കൊടംപുളി ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത കൊടംപുളിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
നിങ്ങളിപ്പോൾ തേങ്ങ ചിരകി അതിൽ നിന്ന് പാലെടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് രണ്ടാം പാൽ വേണം ഒഴിക്കാൻ. ഒന്നാം പാൽ ഏറ്റവും അവസാനം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ മീൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മീൻ ഒരു കഷ്ണം എടുത്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീൻ വേവാനായിട്ട് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വേണ്ടി വരുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ ചിലപ്പോൾ ഉടഞ്ഞു പോവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്കെല്ലാം പാകമായിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.